ഹായ്, എല്ലാവർക്കും ക്യാറ്റ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് കിറ്റൻസിനെ എടുക്കാൻ വേണ്ടി വന്നവരും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഗ്രൂമിങ്ങിന് വന്നവരൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലിനെയാണോ ഫീമെയിലാണോ നമുക്ക് വളർത്താൻ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാലും അവർ ചോദിക്കും, എന്നാലും നമുക്ക് ഇപ്പോൾ ഫീമെയിലാണെന്നുണ്ടെങ്കിൽ പ്രസവിക്കലും ഹീറ്റാവലും അങ്ങനെ മേറ്റ് ചെയ്യാൻ കൊണ്ടുപോക്കും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. മെയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവുമല്ലോ എന്ന് പറയും. അത് ചിലവർ പറയുന്നത്. ചിലവർ പറയും ഫീമെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി മേറ്റ് ചെയ്താലേ, മെയിലാവുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫീമെയിലിനെ അന്വേഷിച്ചവർ പോകൂലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിന് ഒക്കെയുള്ള എൻ്റെ കയ്യിലുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ചെറിയൊരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളർത്താൻ നല്ലത് മെയിലാണോ അതോ ഫീമെയിലാണോ എന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇത്രയും നാൾ വളർത്തിയതിനുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും വളർത്തുന്നതും നമുക്ക് സെയിം ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ മെയിലായാലും ഫീമെയിലായാലും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിരിക്കും. അത് ഇപ്പം എനിക്ക് ഉണ്ടായ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയണത്. നമ്മൾ മെയിൽ ക്യാറ്റിന് നമ്മളോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്താൻ നല്ലതെന്ന് ഒന്നുമില്ല കേട്ടോ. അത് മെയിലായാലും ഫീമെയിലായാലും സെയിം തന്നെ. പക്ഷേ മെയിലും ഫീമെയിലും തമ്മിൽ നമ്മളോടുള്ള കാര്യങ്ങളിൽ നമ്മളോടുള്ള പെരുമാറ്റങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. മെയിൽ ക്യാറ്റ് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഫീമെയിലിനേക്കാളും. എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഈ പറയണത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നൊരു ഫീമെയിലാണ് കേട്ടോ. പക്ഷേ മെയിൽ ക്യാറ്റിന് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അത് എന്താതിൻ്റെ കാരണം എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ അവർ നമ്മളെ സ്നേഹിക്കാനും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ക്യാറ്റിനെയാണ് ഗ്രൂമിങ്ങിനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90% അവർ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അതേസമയം ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ഒരു 10%, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണമാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത്. ഒരു 10% ഫീമെയിൽസൊക്കെയാണ് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. മറ്റുള്ളത് നമ്മളെ ഭയങ്കര ആക്രമണവും കാര്യങ്ങളൊക്കെ വേറൊന്നും അല്ല കേട്ടോ, അവർ പേടിച്ചത് കൊണ്ട് കാണിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇത് മെയിൽ ക്യാറ്റിന് പൊതുവെ അങ്ങനെ എനിക്ക് കണ്ടിട്ടില്ല. കാരണം നമ്മളിവിടെ ഗ്രൂമിങ്ങിന് വരുമ്പോഴായാലും ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് മെയിലാണോ ഫീമെയിലാണോ എന്ന് നോക്കും. അപ്പോൾ മെയിൽ ക്യാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെയർ കട്ടിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ റിസ്ക് ഇല്ലാണ്ട് നമുക്ക് ഹെയർ കട്ടിങ് നടത്താം. അതേ സ്ഥാനത്ത് ഫീമെയിലിനാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഫീമെയിലാണെന്ന് അറിയുമ്പോൾ ഞാനൊന്ന് മടിക്കും. വേറൊന്നുമില്ല, മടിക്കുന്ന വെച്ചാൽ അങ്ങനെയല്ല, ഒന്ന് പേടിക്കും. കാരണം ചിലപ്പോൾ ഒരാളും കൂടി ഉണ്ടാവേണ്ട വരും പിടിച്ചു തരാനും, നമുക്ക് ഹെയർ കട്ട് ചെയ്യാനും, നമുക്ക് പ്രത്യേകിച്ച് വയറിൻ്റെ അടിയിലെ ഭാഗത്തെ ഹെയർ കട്ട് ചെയ്യാനൊക്കെ പിടിച്ചു തരേണ്ടി വരും. ചിലതുണ്ട്, എല്ലാത്തിൻ്റെ ഇല്ല, എന്നാലും ഒട്ടുമിക്ക ഫീമെയിൽസിനും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുള്ള അറ്റാച്ച്മെൻറ്റ്. അതുമാത്രമല്ല മെയിൽ ക്യാറ്റ് പൊതുവേ എന്താ പറയുക, ചിലവർ പറയും എൻ്റെ വീട്ടിൽ മെയിൽ ക്യാറ്റാണ്, വെറും മണ്ടനാണ് അവൻ, മണ്ടനെ പോലെയാണ്, കാരണം എന്ത് ചെയ്താലും ഒന്നും തിരിച്ചു ചെയ്യൂല എന്നൊക്കെ പറയാറുണ്ട്. അത് വേറൊന്നുമില്ല, അവർ മണ്ടന്മാരായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റും പിന്നെ ഇവർക്കെന്ന് വെച്ചാൽ ഫുഡ് അടി കിടന്നുറങ്ങാൻ ആ ഒരു അലസത ഭാവമായിട്ട് അവരാണ് മാറുന്നതാണ്. അപ്പം ആ രീതിയിലാണ്. പക്ഷെ ഫീമെയിൽ നേരെ തിരിച്ചായിരിക്കും. എത്ര അലസന്മാരാണെങ്കിലും അവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കുറച്ചു നേരം കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവരുടെ ഓർഡർമാരുടെ അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ മറ്റുള്ള ആരെങ്കിലൊക്കെ വന്ന് പിടിക്കുക തടയുകയൊക്കെ ചെയ്താലും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ മാന്തയെ കടിക്കാനൊക്കെ വരെയൊക്കെ ചെയ്യും. അപ്പം ഫീമെയിലും മെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞ് സയൻറ്റിഫിക് ആയിട്ട് തെളിയിച്ച കാര്യമല്ല. ഇത് എൻ്റെ അനുഭവം, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടാട്ടോ. അതുപോലെ തന്നെ പൂച്ചനെ വളർത്താനായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് കിറ്റൻസിനെയൊക്കെ വാങ്ങിക്കുന്നവരുടെ അടുത്തായാലും അവർ ചോദിക്കുമ്പോഴായാലും നമ്മൾ പറയുന്നത് ഇപ്പം മെയിലായാലും ഫീമെയിലായാലും രണ്ടുപേരെയും കൂടി വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മളൊരു ഫീമെയിലിനെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും ഒരു മെയിലിന് നമ്മൾ വാങ്ങിക്കാം. അപ്പോൾ മെയിലിനെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫീമെയിലിനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം. ഏതായാലും ഒരാളെയും കൂടി വാങ്ങിച്ച് അവർക്ക് ഇണയായിട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫീമെയില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ എന്നല്ല പൊതുവെ പൂച്ചകളും പട്ടികളായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുകയും നമ്മൾ അവരെ താലോലിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യജമാനനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികളുടെ യജമാനാണ് നമ്മൾ എന്നുള്ളൊരു ഇതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അവർ എന്തൊക്കെ നമ്മൾ കാണിച്ചാലും നമ്മളുടെ അടുത്ത് ആ ഒരു സ്നേഹം എപ്പോഴും നിലനിർത്തും. പക്ഷേ പൂച്ചകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പെരുമാറ്റത്തിൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിചാരം അവരെ പോലെ തന്നെ ഒരു പൂച്ചയാണ് നമ്മളും എന്നാണ് അവരുടെ വിചാരം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മളോടുള്ള പെരുമാറ്റം. അപ്പൊ അതാണ് ഫീമെയിലാണ് നമ്മൾ വളർത്തണമെന്നുണ്ടെങ്കിൽ, ഫീമെയിലിനെ മാത്രം നമ്മൾ വളർത്തണമെന്നുണ്ടെങ്കിൽ അവർ ഹീറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിചാരം നമ്മളാണ് അവരുടെ എണ്ണകൾ എന്നുള്ള രീതിയിൽ അവർ ഈ മേറ്റിംഗ് ടെൻഡൻസി ഒക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഹീറ്റിന്റെ കാര്യങ്ങളും എല്ലാം കാണിക്കും. പക്ഷേ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നാൾ നമ്മളെ കണ്ട് നമ്മളുടെ അണ്ടറിലായിട്ട് കഴിഞ്ഞ പൂച്ച വേറൊരു പൂച്ചനെ കാണുമ്പോൾ പെട്ടെന്ന് അഗ്രസീവ് ആവും. നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് പേര് മേറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. കൊണ്ടുവന്ന് കഴിയുമ്പോൾ പറയും ഒരു കുഴപ്പമില്ലാത്ത പാവം പൂച്ചയാണ് നമ്മുടെ പൂച്ച എന്ന് പറയുന്നത്. അത് സമയം മെയിലിനാണ് കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയാം ആ പാവം ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറയും. മെയിലിനാണ് കണ്ടു കഴിയുമ്പോൾ ഇത് ചീറ്റലും പിടിക്കലും കണ്ടു കഴിയുമ്പോൾ ഇവര് തന്നെ പറയും അയ്യോ ഇത് ഞങ്ങളുടെ പൂച്ചയാണ്, ഞങ്ങളുടെ പൂച്ച ഇങ്ങനെയൊന്നും കാണിക്കാറില്ലല്ലോ എന്ന് പറയും. അപ്പൊ ആ ഒരു ടൈമിൽ അവരുടെ സ്വഭാവം പക്ക മാറും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാളെ വേറൊരു പൂച്ചേനെ അവർ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ കാര്യം മേറ്റിങ്ങിനാണ് കൊണ്ടുവന്നതെന്നൊന്നും അവർക്കറിയില്ല. കാരണം മേറ്റിങ് നമ്മുടെ ഇണയായിട്ടാണെന്നാണ് അവരുടെ വിശ്വാസം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിൽ നമ്മൾ മനുഷ്യന്മാരായ നമ്മളാണ് അവരുടെ ഇണകള്. അപ്പൊ വേറെ ആളുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ചിലത് ഒരിക്കലും അടുക്കൂല, ചിലത് ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ കിടന്ന് പതുക്കെ കണ്ട് റെഡി ആവാറുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഫീമെയിലിനെ മാത്രം വളർത്തരുത്, ഒരു മെയിലിനെ കൂടി വളർത്തണം എന്ന് പറയുന്നത്. ഇതുപോലുള്ള പ്രശ്നം നമ്മൾ മെയിലിനെ വളർത്തിയാലും അവർക്കും കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ക്യാറ്റിനെ നമ്മൾ ഒറ്റയ്ക്ക് വളർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇതുപോലെ മെച്ചുവേർഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കും മേറ്റിങ്ങിനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവരും പുറത്തേക്ക് വേറെ ഫീമെയിലിനെ അന്വേഷിച്ച് അവരുടെ എണ്ണേനെ അന്വേഷിച്ച് അവർ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വേറെ ഫീമെയിലിനെ ഒക്കെ കണ്ടിങ്ങനെ പോയി കഴിയുമ്പോൾ അവരുടെ കൂടെ പുറകെ ചിലപ്പോൾ അവർ വേറെ ഒരുപാട് ദൂരത്ത് എന്നൊക്കെ ആയിരിക്കും വന്നതാണ്. അപ്പോൾ അവരുടെ പുറകെ ഇങ്ങനെ പോയി ചിലപ്പോൾ അങ്ങനെ പോയി വേറെ സ്ഥലത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ തിരിച്ചു വരാതിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് പൂച്ചകൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പോവാറുണ്ട്. പോയത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവും. അതിപ്പോൾ പേർഷ്യനായാലും നാടനായാലും ഈ പറഞ്ഞ അവന്മാര് പോകും. ഫീമെയിലും കേട്ടോ ചിലപ്പോൾ ഹീറ്റൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള വേറെ വല്ല പൂച്ചനെ എപ്പോഴും കാണുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി പോകാം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ അതിൽ കൂടുതലായിട്ട് മെയിൽ ക്യാറ്റാണ് അങ്ങനെ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി കാട് കയറി പോകുന്നൊക്കെ പറയണത്. അപ്പം അങ്ങനെ വരാം. പിന്നെ മെയിൽ ക്യാറ്റിൻ്റെ വേറൊരു മൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇല്ല, എന്നാലും ഒരു 50% മെയിൽ ക്യാറ്റിനുള്ള പ്രശ്നമാണ് മൂത്രമൊഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ പോലെ ഓരോ സ്ഥലത്ത് ഇപ്പം നമ്മൾ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ബൈക്കുമ്മയൊക്കെ കണ്ടിട്ടില്ലേ ചിലവർ ഒന്നിങ്ങനെ വാല് വിറപ്പിച്ചിട്ട് മൂത്രമൊഴിക്കുന്നത്. അത് അങ്ങനെ ചെയ്യും. അത് ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കസാരയമ്മേ അതുപോലുള്ള കാലുള്ള സ്ഥലത്തൊക്കെയാണ് ഇവന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. കസാര, സെറ്റിയുടെ കാല്, പിന്നെ ബൈക്ക്, അങ്ങനെയുള്ള ചുമരിൻ്റെ ഒരു മൂല ഭാഗമൊക്കെയില്ലേ വാതിലിൻ്റെ സൈഡ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഒരു മൂത്രമൊഴിക്കും. ഭയങ്കര സ്മെല്ലുമായിരിക്കുള്ളൂ. അപ്പൊ ഇവർക്കുള്ള വേറൊരു പ്രശ്നമാണിത്, ഈ മൂത്രമൊഴിക്കല്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഇവര് എണ്ണയെ ആകർഷിക്കാൻ വേണ്ടി, ഇവരുടെ എണ്ണയെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ മെയിൽ ക്യാറ്റ് കൊണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് നമുക്ക് ഉപകാരമുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ദോഷമുണ്ട്. എല്ലാം മെയിൽ ക്യാറ്റ് ഇതുപോലെ ഇല്ല കേട്ടാ. നമ്മൾ വളർത്തുന്ന പൂച്ചയിൽ ഇപ്പൊ 3 മെയിൽ ഇവിടെ ഉണ്ട്. അതിൽ ഒരു മെയിലിന് ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, ബാക്കി 2 പേർക്കും പ്രശ്നമില്ല. അപ്പൊ അതുപോലെ എല്ലാത്തിനും ഈ പ്രശ്നം ഉണ്ടാവണമെന്നില്ല, ചിലർക്കാണ് അതൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ വളർത്തുമ്പോൾ എപ്പോഴും മെയിലിനെ ഫീമെയിലിനെ ഒരുമിച്ച് വളർത്തുകയാണെങ്കിൽ അവർക്കും ഏറ്റവും സന്തോഷമാണ്, നമുക്കും വലിയ റിസ്ക് എടുക്കേണ്ട വരില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നപ്പോൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.